ഹലോ! ഇന്ന് നമ്മ എല്ലാരും കൂടിയിട്ട് ഒന്ന് അബുദാബി വരെ പോവേനെ. അച്ഛൻ ശരിക്കും വേറൊരു ആവശ്യത്തിനാ വന്നേന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ട് അച്ഛനെ കാണലും കിട്ടലും എല്ലാം കുറവന്നെ ഉണ്ടായത് കേട്ടാ. അച്ഛന് ഉറക്കത്തിന്റെ ക്ഷീണമെല്ലാം ഉള്ളോണ്ട് പുറകിലിരുന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങുന്നതാണേ. എല്ലാരോടും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. കുറച്ച് ദൂരം പോവാനുണ്ടല്ലോ. എപ്പോഴും ഉള്ളതുപോലെ തന്നെ ട്രാഫിക്കിൽ പെട്ടുട്ടാ. ഇതൊരു വർക്കിംഗ് ഡേ ആണേ. അതുകൊണ്ടാണ് രാവിലെ തന്നെ നല്ല ട്രാഫിക് ഉണ്ടാവുന്നത്. പിന്നെ കുറച്ച് സമയം മൂവ് ആവും. പിന്നെ ബോർഡർ എത്തുന്ന സമയത്ത് ദാ ഈ കാണുന്ന പോലെ ആയിരിക്കും ട്ടാ. മെല്ലെ മെല്ലെ ഉരുട്ടി ഉരുട്ടി പോണ്ടി വരും. पाजी गुड मॉर्निंग पाजी आज नाइट अवे ലീവ് എടുത്തു കഴിഞ്ഞാല് അജയേട്ടന്റെ കാര്യം ഇതാണേ. ഒരേ ഫോൺ വിളി തന്നെയായിരിക്കും. പിന്നെ പരാതി പറയാനൊന്നും കഴിയില്ല. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചോറല്ലേ. അതുകൊണ്ട് പിന്നെ അതൊരു വിധത്തിൽ ശീലായി മാറിയിട്ടോ നമുക്കിപ്പോ. എത്ര കണ്ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഉള്ളില് കേറിയാലും ഈ മെട്രോ കാണുന്നത് ഒരു രസാണേ. നമ്മ ഈ വിമാനെല്ലാം പോകുമ്പോ ആകാശത്തേക്ക് നോക്കൂലേ. എത്ര വലുതായാലും നമുക്ക് ആ ഒരു ശീലം അത് നമ്മുടെ മനസ്സിന്ന് പോകൂലല്ലോ. അതുപോലെയാണ് കേട്ടോ എനക്ക് മെട്രോ കാണുമ്പോ ഞാൻ എന്നാട് ഏന്തി വിലിഞ്ഞങ്ങ് നോക്കൂട്ടാ. എയർപോർട്ട് എത്താനാവുന്ന സമയത്ത് ഞാനിങ്ങനെ ജേട്ടനോട് പറയുന്നുണ്ട്. എന്റെ ക്യാമറയിലൊരു ഫ്ലൈറ്റ് വന്ന് പെട്ടാൽ എന്തായിരിക്കുന്ന്. അത് പറഞ്ഞ പോലെ തന്നെ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞ് നാവ് ഉള്ളിലോട്ട് എടുക്കുന്നതിന് മുന്നേല് ഒരു ഫ്ലൈറ്റ് തൊട്ട് മുന്നിൽ കൂടി ടേക്ക് ഓഫ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടുവേ. എനിക്ക് വല്ലാണ്ടൊരു എന്തെന്ന് പറയില്ല നമ്മ പറയില്ലേ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞതും ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോയതാ. അന്നേരം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എനക്കെന്തോ വലിയ ഭാഗ്യം വരാനുണ്ടായതാണ്. ആ ഭാഗ്യം ഇതിലൂടെ അങ്ങ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് അതെല്ലാം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടാ. അത് മാത്രല്ല തിരിച്ച് അബുദാബി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കുന്ന് ഈ പെട്രോൾ പമ്പിലെല്ലാം ലോട്ടറിന്റെ സമ്മാനത്തിന്റെതെല്ലാം ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ വിചാരിച്ചതുകൊണ്ട് ഇനിയിപ്പൊ എങ്ങാനും ഭാഗ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ലോട്ടറി ടിക്കറ്റും എടുത്തിനേട്ടാ. പക്ഷെ അത് ഡിസംബർ വരെ ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതുവരെ അതിന്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇതുവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിളിക്കുമല്ലോ. പക്ഷെ എന്റെ ഭാഗ്യം ആദ്യം ആ ഫ്ലൈറ്റിൽ പോയതിലൂടെ പോയിന്ന് തോന്നുന്നു. ലോട്ടറി എന്തായാലും അടിച്ചിട്ടില്ലാന്ന് സാരം. നമ്മള് അബുദാബിയിലേക്ക് അമ്പലവും അതുപോലെ പള്ളിയും ഗ്രാൻഡ് മോസ്കും വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇവിടെയുള്ളവർക്കെല്ലാം അറിയുമായിരിക്കും. കുറച്ച് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഫുൾ സ്ലീവ് വേണം, ട്രാൻസ്പെറന്റ് ആവാൻ പാടില്ല, തല മൊത്തം കവർ ചെയ്യണം. അങ്ങനെ നമ്മള് നോർമൽ ആ ഒരു ഹിജാബ് ടൈപ്പിലെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ആവശ്യമില്ല. നോർമലി നമ്മൾ വേറെന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാനുണ്ട് കേട്ടാ. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി എനക്കൊരു ഹിജാബ് ഉണ്ടായി. അന്നേരം അമ്മ പറഞ്ഞു അത് ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞു. പിന്നെ വേറെ എക്സ്ട്രാ ഒന്നും വാങ്ങിക്കണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഒരു ഫുൾ സ്ലീവിലെ ഡ്രസ്സ് ഉണ്ടായി. പിന്നെ എനക്കൊരു ഷോള് മാത്രം വാങ്ങിച്ചാൽ മതി. നമുക്ക് തട്ടമിടുന്നത് അത് ഇടാൻ വേണ്ടി. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ ഡ്രസ്സെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ എന്താ പറയാ അതെപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു കാര്യമല്ലേ. അന്നേരം ആ ഡ്രസ് കോഡ് നന്നായിട്ട് അവര് അത് ചെക്ക് ചെയ്യുവേ. ഇല്ലെങ്കിൽ അവർ കടത്തി വിടൂല. ശരിക്കും അത് നല്ലൊരു കാര്യമാണ്. അവരവരെ എന്താ പറയാ പള്ളി ആയാലും അമ്പലമായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് നമ്മൾക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് പാലിക്കുന്നത് നല്ല ഒരു കാര്യം തന്നെയല്ലേ. അന്നേരം അങ്ങനെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഷോൾ ഉണ്ടായില്ല. എന്നിട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഷാളെല്ലാം വാങ്ങിച്ചിട്ടാണ് പോയത്. പിന്നെ നേരെ ലാസ്റ്റ് എക്സിറ്റിലെത്തി അവിടുന്ന് പിന്നെ പെട്രോളിൽ അടിച്ച് ഫുള്ളാക്കി സെറ്റാക്കി. പിന്നെ ഇപ്രാവശ്യം അങ്ങനെ അധികം അച്ഛനും അമ്മയും കൊണ്ട് എവിടെയും പോവുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടാ. കാരണം അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ആവശ്യത്തിന് വന്നത്. അതുകൊണ്ട് അച്ഛനെ കൂട്ടാണ്ട് നമ്മൾ മാത്രം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സങ്കടം. അതുകൊണ്ട് അച്ഛനൊരു സമയം ഒരു ദിവസം ഫ്രീ കിട്ടിയതിന്റെ ഇടയിലാണ് കേട്ടോ ഇത് കവർ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം മുന്നേ വന്നതുകൊണ്ട് അവർക്ക് അത്ര കാണണം എക്സ്പ്ലോർ ചെയ്യണം എന്ന് വലിയ താല്പര്യവും. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം കിട്ടിയ സമയത്ത് വേഗം ചേട്ടൻ ലീവ് എടുക്കുക ചെയ്തത്. അന്നേരം രാവിലെ ഇറങ്ങിയിട്ടുണ്ടായി ഞാൻ ട്രാഫിക് പിടിച്ചിട്ട്. അന്നേരം പുറകിലുള്ള 4 പേരും നല്ല ഉറക്കാന്ന് കേട്ടാ.
അന്നേരം അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കത്തിയടിച്ച് ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ട് പോവേന്ന്. അതിന്റെ ഇടയിൽ ആദ്യം എണീച്ച് കണ്ണെല്ലാം തിരുമ്പുന്നുണ്ട്. അങ്ങനെ അബുദാബിയിലേക്ക് കേറിയേ. ഞാനിങ്ങനെ ലോങ് ട്രാവലെല്ലാം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൊറിച്ചോണ്ടിരിക്കാൻ എന്തെങ്കിലും എടുക്കുക. ഇപ്രാവശ്യം ഞാൻ എടുത്തത് കുറച്ച് ചോക്ലേറ്റ് കൊറിക്കാനൊന്നും പറ്റില്ല, എന്നാലും ഇങ്ങനെ വായി അനക്കിക്കൊണ്ടിരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എ അതിന്റെ സൈഡിലേക്ക് കൂടെ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടായില്ലേ. അങ്ങനെ ലാസ്റ്റ് ആദ്യം തന്നെ അമ്പലത്തിലേക്ക് പോവാം, അല്ല മോസ്കിലേക്ക് പോവാം, പിന്നെ തിരികെ പോകുന്ന വഴിക്ക് അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അന്ന് നേരെ മോസ്കിലേക്ക് പോയി. എത്ര കണ്ടാലും മടുക്കാത്ത, മീൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. എന്തെന്ന് പറയില്ലേ, നമ്മൾ ആ ഒരു എന്തോ ഒരു ഭംഗിയുണ്ട്. നമ്മ പറയില്ലേ നമുക്ക് എത്ര കണ്ട് മടുക്കാത്തൊരു ഭംഗി എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഭംഗിയിലൊരു പ്ലേസ് ആണേ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അകത്തേക്ക് കയറിയുന്നേ. പ്രൊസീജിയേഴ്സ് കുറേ ഉണ്ട്, നമ്മളത് രജിസ്റ്റർ ചെയ്യാനും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിലുണ്ട് കേട്ടാ. എന്തായാലും മുന്നോട്ട് പോവാം. അങ്ങനെ വണ്ടിയെല്ലാം വർക്ക് ചെയ്തു. കണ്ടാ ഞാൻ വാങ്ങിച്ച ഷാളാണേ, പുതിയതായിട്ട് വാങ്ങിച്ച ഷാള്. ഡ്രസ്സ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിനി. ഇതാണ് കേട്ടോ ഞാൻ ഇട്ട ഡ്രസ്സ്. അത് ഫുൾ കൈയാണ്, ഫുൾ ഫുൾ ഗൗൺ അങ്ങനെ പറയാം, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ആണുങ്ങൾ രണ്ടുപേരും മുന്നിൽ നടക്കുന്നു, പെണ്ണുങ്ങൾ 4 പേരും പുറകിൽ നടക്കുന്നു കേട്ടാ. വെയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചൂടൊന്നുമില്ല, എന്നാലും കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു വെയില്. അതാണ് ഞാൻ ഗ്ലാസ്സെല്ലാം വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിന്റെ അകത്തേക്ക് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് അകത്തേക്ക് കയറി. അങ്ങനെ മെല്ലെ താഴോട്ട് പോയി. പിന്നെ രജിസ്റ്റർ ചെയ്യണം. നല്ല ഭംഗിയില്ലേ ഇതിന്റെ മുകളിൽ കൂട്ടി ഇങ്ങനെ കാണുന്ന സമയത്ത് മുകളിലോട്ട് നോക്കാൻ നല്ല ഭംഗിയാണ് കേട്ടാ. പിന്നെ വെയിലെല്ലാം കുറച്ച് കുറഞ്ഞു. അങ്ങനെ നേരെ താഴെ എത്തിയിട്ട് വേണം നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. പൊതുവേല് ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ അധികം ചെയ്യല്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവത്തിലേക്ക് അജയേട്ടൻ അങ്ങോട്ട് നടന്നു. നമ്മ ഇങ്ങനെ ചുറ്റോടുമെല്ലാം വീക്ഷിച്ച് മെല്ലെ മെല്ലെ നടക്കുന്നു കേട്ടാ. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിങ്ങനെ ഷോളിലിടാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ അതെങ്ങനെ എനിക്ക് നന്നായിട്ട് ആ തട്ടമിടാൻ അറിയുവേ. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കുറേ കുട്ടികൾ പഠിച്ചത് മുസ്ലിം കുട്ടികളായിരുന്നു. അന്നേരം അവർ നന്നായിട്ട് ഈ തട്ടൊക്കെ ഇടുവേ. എന്ത് ഭംഗിയാ അറിയാം കാണാൻ വേണ്ടിയിട്ട്. അന്നേരം ആ സമയത്ത് നമ്മ അത് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. പക്ഷെ ഇതൊന്നും വല്ല ആ സമയം എന്നല്ല, ഒന്നും വല്ലാത്തൊരു സ്ഥലത്തായി പോയി. കാരണം വണ്ടിയിൽ നിന്ന് എനിക്കിത് നന്നായിട്ട് ഒന്ന് കവർ ചെയ്യാനായിട്ടുണ്ടായില്ല. പിന്നെ എന്തായാലും ഒരു വിധപ്പെട്ട് റെഡിയാക്കി അങ്ങനെ ഇട്ടിട്ട് വന്നു. എനിക്ക് ഏതാന്ന് എനിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ആ ഒരു സമയം കിട്ടിയില്ല അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേഗം പോയി അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയിലാണല്ലോ നിൽക്കുന്നത്. ഹിജാബ് അമ്മ ഇട്ടിട്ട് കണ്ട, ഇതാണ് ഞാൻ ഓൾറെഡി വാങ്ങിച്ച ഹിജാബ്. ഇതിട്ടിട്ട് ഞാൻ ഓൾറെഡി ഇടത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇടത്തേക്ക് പോകുമ്പോൾ മാത്രല്ലേ ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ ഹിജാബിന്റെ. അന്നേരം അത് എന്തായാലും വാങ്ങിച്ചിട്ട് ഞാനത് നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിന്, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇടാന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഇപ്രാവശ്യം അമ്മക്ക് കൊടുത്തു, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു. അങ്ങനെ പിന്നെ ഒരേ ഹിജാബ് തന്നെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ, കാരണം അതിന്റെ അകത്ത് നമുക്ക് ഇതല്ലേ യൂസ് ചെയ്യാൻ പറ്റില്ല. അന്നേരം ഈ ഫോട്ടോയിലെല്ലാം ഒരു മടുപ്പ് വരുമല്ലോ. അങ്ങനെയാണ് ഞാനൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ട് അമ്മക്ക് ആ ഹിജാബ് കൊടുത്തത് കേട്ടാ. പിന്നെ വേറത് വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് പിന്നെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ. ശരിക്കും ട്രാവലേറ്ററിൽ അങ്ങോട്ട് പോകുമ്പോൾ നന്നായിട്ട് നടന്നിട്ട് പോകും. പിന്നെ തിരിച്ചു വരുമ്പോൾ ക്ഷീണം പിടിച്ചിട്ട് നിന്നിട്ടാണ് ഇങ്ങോട്ട് വരല് കേട്ടാ. ഇപ്പൊ നല്ല ഉഷാറിൽ പോകുന്നുണ്ടേ. കാരണം നമുക്ക് വേറൊരു ഡെസ്റ്റിനേഷനും കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് ഹറിബറി ആയിട്ട് പോകുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് 2 സ്ഥലത്തും കവർ ചെയ്യണം. പിന്നെ എന്താ പറയാ, പിന്നെ അച്ഛനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല. അതെല്ലാം കൊണ്ടാണ് കേട്ടാ ഒരു ദിവസം തന്നെ 2 സ്ഥലവും കവർ ചെയ്യണം എന്നില്ലേ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാന്നുള്ളൊരു ഇതിൽ ഇറങ്ങിയിട്ടുണ്ടായത്. അച്ഛൻ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ വീട്ടിലെത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോന്ന് അജയേട്ടനോട് ചോദിക്കുന്നുണ്ടായിന്. അന്നേരം പിന്നെ പെട്ടെന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാലോ. അങ്ങനെ നമ്മള് അകത്ത് കേറിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്ത് കേറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനെ കണ്ണെടുക്കാണ്ട് നോക്കിപ്പോകുന്ന് പറയില്ലേ, അതുപോലെയാണ്. ഓരോരോ പ്രാവശ്യം പോയി കഴിഞ്ഞാലും എനക്ക് മടുക്കൂല ഇത്. അതാന്ന് ഇതിന്റെ വല്ലാത്തൊരു ഇത്. എല്ലാവർക്കും അങ്ങനെയാന്ന് പറയില്ല, ഞാൻ എന്റെ കാര്യം പറയുന്നതാണേ. ഈ വീഡിയോ എടുക്കുന്നതില് എല്ലാം ഇതിന്റെ ആ ശരിക്കുള്ള ഭംഗി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്രയും ഭംഗിയിലൊരു പ്ലേസ് ആണ്.
അതിൻ്റെ അകത്തേക്ക് കയറുമ്പം തന്നെ ഒരു തണുപ്പാണ്. പിന്നെ കണ്ട ടൈൽസിനിലെ ആ ഒരു ഡിസൈൻ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ആയിക്കഴിഞ്ഞാലും അത് ഏത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ പോയിട്ടില്ലവർക്ക് അറിയുമായിരിക്കും കേട്ടാ. ഞാൻ ഈ ഒരു മോസ്കില് ഒരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ടാവും. അപ്പൊ റീസെന്റ് പോയതെല്ലാം എന്റെ ഫോണിൽ ഇപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് ഇതിന്റെ ഭംഗി കൊണ്ട് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോലും നമുക്ക് ഒരു ഫോട്ടോ ഓൾറെഡി പോയതല്ലേ അന്നേരം പഴയത് ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ തോന്നൂലേ, പക്ഷെ അത് തോന്നൂല. അത്രയും ഭംഗിയില്ലേ, അത് ഞാൻ എങ്ങനെ പറയേണ്ടത് എനിക്ക് അറിയില്ല കേട്ടാ. വലിയ തിരക്കുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. കാരണം ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. പൊതുവേ കാണുന്ന തിരക്കുണ്ടായി, മീൻസ് കാലാവസ്ഥ മാറിയല്ലോ, അന്നേരം ടൂറിസ്റ്റുകളായാലും എല്ലാ ആൾക്കാരുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള തിരക്ക് ഉണ്ടായിട്ടില്ല. നോർമലി വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും. പിന്നെ അങ്ങനെ എല്ലാം കണ്ട് എല്ലാം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടാ. കാരണം ഇവരെല്ലാവരും കൂടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതും കൂടി എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഓർമ്മ വരില്ല അല്ല. ഇതിപ്പോ 3 മോസ്ക് ആയിട്ട് വരുന്നതാണ്. ഒന്ന് അലൈനിലുള്ളത്, ഒന്ന് ഫുജറയിലുള്ളത്, ഒന്ന് നമ്മുടെ ഷെയ്ഖ് സായിദ് ഈ അബുദാബിയിലുള്ളത്. അങ്ങനെ 3 മോസ്കിന്റെ ഒരു എന്താ പറയാ ചെറിയ ആയിട്ടുള്ള ഒരു മോഡലെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിന് കാണാൻ വേണ്ടിട്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മ നേരെ പോയത് അബുദാബിയിലെ ബാബ്സ് ടെമ്പിളിലാണ് കേട്ടോ. ബാബ്സ് ഹിന്ദു മന്ദിർ, അവിടത്തേക്കാണ് പോയത്. അന്നേരം അതിന്റെ ഇടയിൽ ലൈറ്റായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. എൻ്റെ ഫോണിന്റെ ചാർജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിനി. ഞാൻ പവർ ബാങ്ക് എടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് എല്ലാം വീഡിയോ എടുക്കുമ്പം ചാർജ് കുറയോ അല്ലെങ്കിൽ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല എന്നുള്ള ഡൗട്ടോട് കൂടിയിട്ട് ഓൾറെഡി അവിടെ പോകുമ്പോൾ ഈ രജിസ്റ്റർ ചെയ്യണം. QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അകത്ത് കയറ്റാൻ കയറാനാവുമല്ലോ. അങ്ങനെ അതുപോലെ ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി. അന്നേരം അങ്ങനെ നേരെ നടന്നു. എൻ്റെ മുഖമെല്ലാം ഫുള്ള് മാറിയില്ലേ, മേക്കപ്പ് എല്ലാം പോയി, അതാണ് സംഭവം. അങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ചെക്കിങ്ങും എല്ലാം ഉണ്ടായിനി കേട്ടാ. സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി. ഇപ്രാവശ്യം നമുക്ക് കൊട കിട്ടി. കൊട എല്ലാ പ്രാവശ്യം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്തൊന്നും അവിടെ കൊടേന്റെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്രാവശ്യം കൊടയാടി ഇല്ലതുകൊണ്ട് ഇതിപ്പോ ഏകദേശം ഉച്ചയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടാ. അന്നേരം കൊട എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഇത് എന്താ പറയാ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിനി. ഒരു ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിനി. പിന്നെ അങ്ങനെ അനുവിനെ അധികം ഓൾറെഡി പോയി പരിചയമുള്ളത് കൊണ്ട് അവര് വേഗം നടന്നു. ഞാൻ ശരിക്കും എന്തെന്ന് എന്റെ മുടിയെല്ലാം ഇങ്ങനെ മാറിപ്പോയി. എന്റെ കോലം കാണുമ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരുന്നു. നേരെ പോയി ചെരുപ്പഴിച്ചു വെക്കാൻ പോയി. കുറേ നല്ല നല്ല എന്താ പറയാ നല്ല നല്ല സ്ഥലങ്ങളല്ല, കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടായി. അനു അധികം കൺഫ്യൂഷനായി, ഇത് എവിടെ വെക്കണം. കുറേ കാണുമ്പോൾ എല്ലാം കൺഫ്യൂഷനാണ്. താഴെ വെക്കുന്നുണ്ട് മുകളിൽ വെക്കുന്നുണ്ടെന്നും പറയണ്ട. അങ്ങനെ ചെരുപ്പെല്ലാം അഴിച്ചു വെച്ച് അമ്മ ഹിജാബെല്ലാം മാറ്റിയിട്ട് അമ്മേൻ്റെ നോർമൽ ഡ്രസ്സെല്ലാം ഇട്ടു. ഞാനും എൻ്റെ ഷോള് മാറ്റി. പിന്നെ അങ്ങനെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക്, അമ്പലത്തിൻ്റെ അകത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ശരിക്കും അകത്തേക്കല്ല, ഈ പറഞ്ഞ കണക്കെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കലായി. ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വേണം അമ്പലത്തിൻ്റെ മുന്നിലെത്താൻ. പിന്നെ വീണ്ടും അതിൻ്റെ അകത്തേക്ക് കയറാനുണ്ട്. അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടാ. പിന്നെ തൊഴുത് വന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇതിന് ചുറ്റും വലമൊക്കെ ഇങ്ങനെ ചുറ്റും റൗണ്ട് അടിച്ച് നമുക്ക് ഇതെല്ലാം കാഴ്ചയെല്ലാം കണ്ട് നടന്ന് അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഫസ്റ്റ് ടൈമാണ് അമ്മയും വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതുണ്ടായിനി, പക്ഷെ ആ സമയത്ത് ഓപ്പൺ ആയതാന്ന് തോന്നുന്നു അമ്പലം. എന്തോ തിരക്കായുണ്ടായത്, അതുകൊണ്ട് പോകാൻ പറ്റിയിട്ട്. ഇനി ഓപ്പൺ ആയിനോന്ന് തന്നെ സംശയം. 2 കൊല്ലം മുമ്പാണ്. ഓപ്പൺ ആയിനോന്ന് തന്നെ അറിയില്ല കേട്ടാ. അതുകൊണ്ട് ഇവിടത്തേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അമ്മയും അച്ഛനും. അങ്ങനെ ഫുള്ള് ചുറ്റും റൗണ്ട് അടിക്കുകയാണ് കേട്ടാ. പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയേ. പ്രസാദെല്ലാം കിട്ടിയിട്ടുണ്ടായിനി. കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സ്വീറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിനി. എന്നാ പിന്നെ അത്രയേ ഉള്ളൂ കേട്ടാ. ഓക്കെ എന്നാല്.